ഇതാണ് STRR സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡ്. ബംഗളൂരു ടൗണിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ എത്രത്തോളം മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈയൊരു STRR സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡ്. അതായത് ബംഗളൂരിലുള്ള കർണാടകയിലുള്ള 12 പട്ടണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈയൊരു 280 കിലോമീറ്റർ നീളമുള്ള STRR തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 3 ഫേസുകളായിട്ടാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹൊസ്കോട്ട മുതൽ ദേവനഹള്ളി ഡൊബ്ബാസ്പേട്ട വരെയുള്ള 80 കിലോമീറ്ററിൽ 2 റീച്ചുകളിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ആ പണി കഴിഞ്ഞ ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണൽ തുടങ്ങിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോ എടുക്കാനുള്ള ഉന്മേഷം തന്നെത്താലെ വരുന്നതാണ്. ഇന്ത്യയുടെ IT ഹബ്ബായിട്ടുള്ള ബംഗളൂരിൽ താമസിക്കുന്ന ആളുകൾക്കും ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും ബാംഗ്ലൂരിലുള്ള ഗതാഗത കുരുക്ക്. ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ടൗണുകളിൽ ഒന്നാണ് ബംഗളൂരു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലൊക്കെ ഗതാഗതക്കുരുക്ക് ഒരു നിത്യ കാഴ്ചയാണ്. ഇത് ദീർഘദൂര യാത്രക്കാർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് അത് പിന്നെ ചേലായി. അപ്പോൾ ഈ ഒരു ഔട്ട്റിംഗ് റോഡല്ല, സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മഹാരാഷ്ട്രയിലെ പൂണെയിൽ നിന്ന് നിങ്ങൾക്ക് ചെന്നൈയിലോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ അതുവരെ ഈ ബംഗളൂരുവിൽ എത്തുന്നത് വരെ നിങ്ങൾ എക്സ്പ്രസ് ഹൈവേയിലൂടെ സുഖമായിട്ട് സഞ്ചരിച്ച് ടൗണിലോട്ട് കയറാതെ ഒരു ബൈപ്പാസ് രൂപത്തിൽ 12 ടൗണുകളെ ചേർത്തിണക്കിക്കൊണ്ട് ഒരു സാറ്റലൈറ്റ് റിംഗ് റോഡ്, അതായത് നിങ്ങൾക്ക് പൂണെയിൽ നിന്ന് ചെന്നൈയിലോട്ടാണ് പോകേണ്ടത് എങ്കിൽ പൂനെ ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സാറ്റലൈറ്റ് റിംഗ് റോഡിലോട്ട് കണക്റ്റ് ആയിട്ട് ചെന്നൈ ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിലോട്ട് എളുപ്പത്തിലെത്താം. അതേപോലെ നിങ്ങൾക്ക് ചെന്നൈയിൽ നിന്ന് മൈസൂരിലോട്ടാണ് പോകേണ്ടത് എങ്കിൽ ചെന്നൈ ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഈ ഒരു സാറ്റലൈറ്റ് റിംഗ് റോഡ് പിടിച്ചിട്ട് നേരെ ബംഗളൂരു മൈസൂരു ഹൈവേയിലോട്ട് എത്താം. ആ ഒരു എളുപ്പമാർഗത്തിന് വേണ്ടിയിട്ടാണ് 280 കിലോമീറ്റർ നീളത്തിൽ സാറ്റലൈറ്റ് റിംഗ് റോഡ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 3 ഫേസുകളിലായിട്ടാണ് ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫേസ് 3-ലെ ഹൊസ്കോട്ട മുതൽ ഡൊബ്ബാസ്പേട്ട വരെയുള്ള ദേവനഹള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ കാഴ്ചകളാണ്. എല്ലാ പണികളും കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ ഒരു പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൊസ്കോട്ട ഇൻ്റർചേഞ്ചിൽ നിന്നാണ് ഇതിലോട്ട് കയറുകൾ കേട്ടോ. ഹൊസ്കോട്ട ഇൻ്റർചേഞ്ചിൽ നിന്ന് ഇതിലോട്ട് കയറുകയെന്നുണ്ടെങ്കിൽ ദേവനഹള്ളി എയർപോർട്ട്, അതേപോലെ ദൊഡ്ഡബെല്ലാപുര എന്നീ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് ഇത്. ആദ്യത്തെ NH 207 ആണ്. പുതുക്കി പണിതപ്പോൾ ഇതിൻ്റെ നമ്പർ 648 ആയിട്ടുണ്ട്. NH 648. 100 സ്പീഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു പാത 4 വരിയും 6 വരിയുമായിട്ടാണ് നിർമ്മിക്കുന്നത്. 17,000 കോടി രൂപയാണ് ഈ ഒരു പാതയുടെ നിർമ്മാണ ചെലവ്. കറക്റ്റായിട്ടുള്ള ലൈൻ കീപ്പ് ചെയ്യുന്നതിനെ പറ്റി പല ഭാഗത്തും ബോർഡുണ്ട്. ഇതേപോലെ ക്യാമറയും വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര വേഗത്തിലാണ് വാഹനം ഓടിക്കുന്നത് എന്നൊക്കെ ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതാണ്. ആ ലോറി വരുന്ന വേഗത അവിടെ കാണുന്നുണ്ടെങ്കിൽ 50, 46. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ട്രാക്കിൽ മാക്സിമം അനുവദിച്ചിട്ടുള്ള വേഗത 80 km/h ആണ്. ഫസ്റ്റ് ട്രാക്കിൽ 100. ഒന്നാമത്തെ ട്രാക്കിലൂടെയാണ് ഇപ്പോൾ ആ ലോറി പോകുന്നത്. കണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ട്രാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ലൈനിൽ ഏതൊക്കെ വേഗത്തിൽ പോകണം. ഫസ്റ്റ് ആ കാറ് പോയത് 100, അതിൻ്റെ അപ്പുറത്ത് ട്രക്കിന് 80, അതിൻ്റെ അപ്പുറത്ത് 60. കാരണം അവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട്. മെർജിങ് പോയിന്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു എക്സ്ട്രാ ട്രാക്ക് കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാംഗ്ലൂരിൽ ഇത്തരത്തിലൊരു സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡ് വരാനുള്ള പ്രധാന കാരണം നിലവിലുള്ള റോഡുകളൊക്കെ NH 75, NH 44, NH 48 ഇതൊക്കെ വീതി കൂട്ടാന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കുന്നത്. ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കുമ്പോൾ ഡെവലപ്പ് അല്ലാത്ത സ്ഥലത്തും ഡെവലപ്മെൻറ്റ് വരുന്നതാണ്. കഴിഞ്ഞ ബാംഗ്ലൂരു ചെന്നൈ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു 9,000 കോടിയാണ് ടാറ്റ കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ചാരത്തൊക്കെ പുതിയ ചെറിയ പട്ടണങ്ങൾ രൂപപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുതിയ അലൈൻമെൻറ്റ് പ്രകാരം പുതിയ സ്ഥലത്ത് കൂടെ പാത നിർമ്മിക്കുന്നത്. ഒന്നാമത് നഷ്ടപരിഹാരം കുറക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ബംഗളൂരു ടൗണിൽ നിലവിലുള്ള റോഡുകളൊക്കെ വീതി കൂട്ടുകയും അതേപോലെ ഫ്ലൈ ഓവർ എലിവേറ്റഡ് പാതകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാണ്. നഷ്ടപരിഹാരത്തിന് തന്നെ നല്ലൊരു സംഖ്യ കൊടുക്കേണ്ടി വരും. കേരളത്തിൽ നഷ്ടപരിഹാരം കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ കേട്ടുകണല്ലോ. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാണോ മോഹവിലയാണ് എല്ലായിടത്തും കൊടുക്കുന്നത്. 1956 നിയമം അനുസരിച്ച് സ്ഥലം ഏറ്റെടുക്കുന്നു. 2013 നിയമം അനുസരിച്ചിട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നു. അതായത് 1 ലക്ഷത്തിൻ്റെ സാധനത്തിന്
3 മടങ്ങ്. 1 ലക്ഷത്തിൻ്റെ സാധനത്തിന് 3 ലക്ഷം വരെയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. ഇവിടെ ഈ ഒരു ഉൾഭാഗത്ത് കൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ പല ഭാഗത്തും ലാൻഡിന് വില കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉൾഭാഗത്ത് കൂടെ പാത നിർമ്മിക്കുന്നത്. നിങ്ങൾ ബാംഗ്ലൂരു ടൗണിൻ്റെ ഒരു സാറ്റലൈറ്റ് മാപ്പ് എടുത്ത് നോക്കിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാംഗ്ലൂരു ടൗണിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കുറവാണ്. പ്രധാന ടൗണുകളിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു 280 കിലോമീറ്ററിൽ ചുറ്റി വളഞ്ഞിട്ട് ഈ ഒരു പാത നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ പലർക്കും ഒരു തോന്നലുണ്ട്, നമ്മളെ ഏരിയയിൽ പൈസ നല്ല കൂടുതലാണ് സുഹൃത്തുക്കളെ. ഈ ബാംഗ്ലൂരിൽ ഈ ഒസ്കോട്ട ഭാഗത്ത്, ഈ ടൗണിനോട് ചേർന്ന ഭാഗത്ത് 5 ലക്ഷം മാർക്കറ്റ് വില ഉള്ള ആ സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് ഹൈവേയുടെ വീഡിയോ ചെയ്തപ്പോൾ അവിടെയുള്ള ഒരാളെ കാണാൻ പറ്റി. ഉൾഭാഗത്ത് ഏകദേശം ഒസ്കോട്ടയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉൾഭാഗത്ത് അവിടെ കൃഷിയിടമാണ്, ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മാർക്കറ്റ് വില 1 ലക്ഷമാണ്. പക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ളത് 3 ലക്ഷമാണ്. ഈ മോഹവില കൊടുത്തിട്ട് തന്നെയാണ് പല ഭാഗത്തും നാഷണൽ ഹൈവേ അതോറിറ്റി സ്ഥലം ഏറ്റെടുക്കുന്നത്. അപ്പോൾ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ടൗണിൽ നിലവിലുള്ള റോഡുകളൊക്കെ വീതി കൂട്ടിയിട്ട് പാത നിർമ്മിക്കുമ്പോൾ ഇതിനേക്കാളേറെ പൈസ ചിലവാണ്. അതാണ് ഈ ഒരു 15,000 കോടി രൂപ മുടക്കിയിട്ട് സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡ് വരുന്നത്. റോഡിൻ്റെ വീതി കണ്ടില്ല നിങ്ങൾ? എന്താ റോഡ്, മനോഹരമായിട്ടുള്ള ഈ ഒരു റോഡ് കാണുന്നുണ്ടെങ്കിൽ പണ്ട് കേരളം വിടണമായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു NH-66 പണി തകൃതിയിൽ നടക്കുന്നത് കൊണ്ട് നമുക്കും ഇതേപോലത്തെ റോഡ് കാണാം. പക്ഷേ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ആക്സസ് കൺട്രോൾ നമുക്ക് ഇല്ല. അതായത് നമ്മുടെ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്നല്ല. ഇതേപോലത്തെ ഒരു ആക്സസ് കൺട്രോൾ വരണമെന്നുണ്ടെങ്കിൽ 60 മീറ്ററിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് പാത നിർമ്മിക്കണം. ഹാം മോഡലാണ് ഈ ഒരു പാതയും നിർമ്മിക്കുന്നത്. HAM ഹൈബ്രിഡ് അന്വിച്ച് മോഡലാണ് ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കുന്നത്. പ്രകൃതിക്ക് ദോഷം വരുത്താത്ത രീതിയിലുള്ള റോഡ് നിർമ്മാണങ്ങളാണ് ഇന്ത്യയിൽ പല ഭാഗത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മനോഹരമായിട്ടുള്ള സാറ്റലൈറ്റ് റിംഗ് റോഡ് ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് സൂററ്റ് ചെന്നൈ എക്സ്പ്രസ് വേ, പൂനെ ബംഗളൂരു എക്സ്പ്രസ് വേ, ഡൽഹി ബംഗളൂരു എക്സ്പ്രസ് വേ എല്ലാം ഇതിലോട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലോട്ട് അല്ലെങ്കിൽ കോയമ്പത്തൂർ ഭാഗത്തേക്ക് വാഹനം ഓടിച്ച് വരുന്നൊരു വ്യക്തിക്ക് എളുപ്പത്തിൽ STRRൽ കയറിയിട്ട് ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറാം. നമ്മുടെ കൊച്ചു കേരളത്തിലെ എറണാകുളം ജില്ലയിലും ഇതേപോലെ ഒരു ഔട്ടറിംഗ് റോഡ് നിർബന്ധമാണ്. എറണാകുളം ജില്ലയിലെ NH-544 NH-66 തമ്മിൽ ചേരുന്ന ഇടപ്പള്ളി ജംഗ്ഷനിൽ ആ ഒരു ജംഗ്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലത്തെ ഇത്ര വലിയൊരു ഔട്ടറിംഗ് റോഡൊന്നും വേണ്ട, ഏകദേശം ഒരു 4 വരി വീതിയിലുള്ള ചെറിയൊരു ഔട്ടറിംഗ് റോഡ് ഉണ്ടായാൽ കൊച്ചിയുടെ കുതിപ്പിന് ഒന്നും കൂടി വേഗത കൂട്ടും. കാരണം ദീർഘദൂര യാത്രക്കാർക്കും ട്രക്കുകൾക്കും ഈ ഒരു റോഡ് ഉപയോഗപ്പെടുത്താനായിക്കാന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് എളുപ്പത്തിലാക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു ഔട്ടറിംഗ് റോഡിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഒരു പട്ടണമൊക്കെ ആയി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മഷിട്ട് നോക്കിയാൽ പോലും കൊച്ചിയിൽ ഇതേപോലത്തെ ഒരു സ്ഥലം നമുക്ക് കിട്ടൂല. ബാംഗ്ലൂരു ടൗണിനെ കൊണ്ട് പറഞ്ഞ പോലെ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൊച്ചി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലത്തെ ഒരു സാറ്റലൈറ്റ് റോഡ് നിർമ്മിക്കാന്നുണ്ടെങ്കിൽ അറബിക്കടലിലൂടെ നിർമ്മിക്കേണ്ടി വരും. കാരണം കൊച്ചു കേരളത്തിലെ കൊച്ചി പട്ടണത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം തീരെയില്ല. നമ്മൾ ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് ഹൈവേയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇത് കാണിച്ചു തന്നിരുന്നു. ഇതും STRRൻ്റെ ഭാഗമാണ്. ഇത് ഒസൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിനെ കണക്ട് ചെയ്യും. ഇത് നേരെ വന്നിട്ട് ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കണക്റ്റ് ആകും. ഇവിടെ ഇൻ്റർചേഞ്ചിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്, ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് പറയാൻ പറ്റൂല, ഒക്കെ കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഇത്രയും ലാൻഡ് ഉള്ളത് കൊണ്ട് അതാണ് ഈ ഒരു 280 കിലോമീറ്റർ എന്നാൽ ബാംഗ്ലൂരു ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് 12 ടൗണുകൾ, അതായത് ഒസൂർ ഭാഗം വരെ ടച്ച് ചെയ്യുന്നുണ്ട്. ഒസൂർ ഭാഗം മാത്രമല്ല, കർണാടക തമിഴ്നാട് ബോർഡർ വരെ ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പാത ഉണ്ടാക്കുന്നത്. പല ഫേസുകളിലായിട്ടാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. ഫേസ് 1 79 കിലോമീറ്റർ ഡൊബ്ബാസ്പേട്ട ടു രാമനഗര. ഈ ഒരു റൂട്ടിൽ നിന്നാണ് നമ്മൾ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് ഹൈവേയിലോട്ട് കണക്റ്റ് ആക്കുക. ഡൊബ്ബാസ്പേട്ട് ടു രാമനഗര ഇതിൻ്റെ ടെൻഡർ ആവുന്നുള്ളൂ, പണികളൊന്നും തുടങ്ങിയിട്ടില്ല. പണി കഴിഞ്ഞത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ, ദേവനഹള്ളി ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് മാത്രമാണ് പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുള്ളൂ. 3 ഫേസുകളും പല റീച്ചുകളായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഫേസ് 2 66 കിലോമീറ്റർ രാമനഗര ടു ബെല്ലംകൊണ്ട പള്ളി. ഇവിടെയും ടെൻഡർ ആകുന്നതേ ഉള്ളൂ, ഫൈനൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയുള്ള റീച്ച് 56.6 കിലോമീറ്റർ ബെല്ലംകൊണ്ടപ്പള്ളി ടു ഹൊസ്കോട്ടെ. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചത്. അവിടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹൊസ്കോട്ടെ മുതൽ ഡൊബ്ബാസ്പേട്ടെ അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ദിലീപ് ബിൽഡ്കോൺ ആണ് ഈ ഒരു റീച്ചിലെ പണികൾ ചെയ്തത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ആറിവാൾ ഉപയോഗിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത്. ഈ ഒരു
ആളും മനുഷ്യനില്ലാത്ത, അതായത് കൃഷിയിടങ്ങളുള്ള ഭാഗത്തൊക്കെ സാധാ ജിയോ സെല്ല് വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത്. കാരണം കോൺക്രീറ്റ് വാളുകളോ ബ്രിക്ക് വാളൊന്നും ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. നേരത്തെ കാണിച്ച വാള് വെച്ച് മണ്ണിട്ട് ഉയർത്തിയ ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ടൗൺ ഭാഗത്ത് മാത്രമാണ് വാള് വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുള്ളൂ. ഇതേപോലെ ആളും മനുഷ്യനില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന കൃഷിയിടത്തിൻ്റെ ആ ഭാഗത്തൊക്കെ സാധാ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത്. ജിയോ സെല്ല് വെച്ചിട്ടാണ് അവിടെ മണ്ണിട്ട് ഉയർത്തുന്നത്. അവിടെ ഒന്നും സർവീസ് റോഡില്ല. അതുകൊണ്ട് മണ്ണൊലിപ്പ് ഉണ്ടാകുമെന്നുള്ള പേടി വേണ്ട. കേരളത്തിലെ NH66 2-3 സ്ഥലത്ത് ഇതേപോലെ വാളൊന്നും നിർമ്മിക്കാതെ പാത നിർമ്മിക്കുന്നുണ്ട്. തളിപ്പറമ്പ് ബൈപ്പാസിലും മലപ്പുറം ജില്ലയിലെ 2ാമത്തെ റീച്ചിൽ പൊന്നാനി ഭാഗത്തുമാണ് ഇത്തരത്തിൽ വാളൊന്നും നിർമ്മിക്കാതെ ഇതേ ഒരു ഘടനയിൽ പാത നിർമ്മിക്കുന്നത്. അപ്പോൾ ഒസ്കോട്ട മുതൽ ഡൊബ്ബാസ്പേട്ട വരെ 80 കിലോമീറ്ററാണ് ഈ ഒരു റീച്ചിൻ്റെ നീളം. അപ്പോൾ ബംഗളൂരുവിലെ പ്രധാന എക്സ്പ്രസ് വേകളിലോട്ട് കണക്റ്റ് ആകുന്ന ഈ ഒരു സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് ബംഗളൂരു ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ലൊരു കുതിപ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ഒരു മോശമൊന്നുമില്ല കേട്ടോ, നല്ല കുതിപ്പ് തന്നെയാണ്. ടൗണിലൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ചുറ്റി വളഞ്ഞു കണ്ട് 280 കിലോമീറ്റർ നീളത്തിൽ ഈ ഒരു പാത നിർമ്മിക്കുന്നത്. നമ്മളെ കൊച്ചീൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. കൊച്ചിയിൽ 100 കിലോമീറ്ററിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പാത നിർമ്മിക്കാൻ പറ്റുമോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയപാത നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അതിൽ ഏറ്റവും പൈസ കൂടുതലായിട്ട് വരുന്നത് കൊച്ചി ഇടപ്പള്ളി ഭാഗത്തെ പാത നിർമ്മാണത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവ്. ആ ഒരു ഭാഗത്ത് നമുക്കൊരു റിംഗ് റോഡ് വരാൻ ചാൻസ് ഉണ്ടോ? റിംഗ് റോഡ് വരണം. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. GST പ്രശ്നമുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ഒരു GST പ്രശ്നം ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ, അതേപോലെ കൊല്ലം സെങ്കോട്ടെ പാത, ഇങ്ങനെ 2-3 പാതകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. പിന്നെ നമ്മളെ ഭൂമിയും ഇവരെ ഭൂമിയൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇത് കണ്ടങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം. ക്ലവർ ലൈഫ് എന്താണ് മനോഹരമായിട്ടുള്ള കാഴ്ച. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ള ഇതേപോലത്തെ ക്ലവർ ലൈഫ് ഇൻ്റർചേഞ്ചുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലം കൊടുക്കണം. 60 മീറ്റർ ചുരുങ്ങിയത് കൊടുക്കണം. എന്നാലേ നമുക്ക് മനോഹരമായിട്ടുള്ള ആക്സസ് കൺട്രോൾഡ് ഹൈവേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. കേരളത്തിൽ എക്സ്പ്രസ് വേ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കട്ടോ. കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെങ്ങാനും എക്സ്പ്രസ് വേ ഉണ്ടാക്കിക്കാന്നുണ്ടെങ്കിൽ പണക്കാർക്ക് മാത്രമായിട്ടൊരു റോഡ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കണ്ട് ആൾക്കാർ സമരത്തിന് വരും. ആക്സസ് കൺട്രോൾഡ് ഹൈവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60-70 കിലോമീറ്ററിൽ മാത്രമാണ് എക്സിറ്റും എൻട്രി ഉണ്ടാകുള്ളൂ. അത്തരത്തിലൊരു പാത ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നിർമ്മിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ കുറഞ്ഞ ലാൻഡാണ് നമുക്കുള്ളത്. 60 മീറ്ററിലൊന്നും ഇവിടെ സ്ഥലമേറ്റെടുത്ത് റോഡ് നിർമ്മിക്കൽ നടക്കണ കേസല്ല. ഏതായാലും കേരളത്തിന് പുറത്ത് പോയിട്ട് ഇതേപോലത്തെ ആക്സസ് കൺട്രോൾഡ് ഹൈവേ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടോൾ ഉണ്ട് കേട്ടോ. എക്സ്പ്രസ് വേകളിൽ നല്ല ടോളായിരിക്കും. സാധാ 6 വരിയിൽ വാങ്ങുന്നതിനേക്കാളേറെ ഡബിൾ ടോളായിരിക്കും എക്സ്പ്രസ് വേയിൽ. കാരണം ബൈക്ക്, ഓട്ടോ ഇതൊന്നും അലൗഡ് അല്ല. പരമാവധി 120 km/h സ്പീഡിൽ വരെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പറ്റും. ഏതായാലും ഇന്ത്യയുടെ റോഡുകളൊക്കെ ഉയർന്ന നിലവാരത്തിൽ എത്തുന്നുണ്ട്. ഇന്ത്യ എത്രത്തോളം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇതേപോലത്തെ അതിമനോഹരമായിട്ടുള്ള റോഡുകൾ. ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് റോഡുകൾ മാത്രം നന്നാണുള്ളൂ, ബാക്കിയൊന്നും നന്നാണില്ല. സുഹൃത്തുക്കൾ ആദ്യം റോഡുകൾ നന്നാട്ടെ, എന്നിട്ട് വേണം നമുക്ക് GDP-യിൽ ഉയർച്ച ഉണ്ടാകാൻ. GDP-യിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ രാജ്യം തന്നെത്താലെ നന്നായിക്കോളും. അപ്പോൾ സുഹൃത്തുക്കളെ, സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡിൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെന്ന് നിങ്ങൾക്കറിയില്ല. ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കേണ്ടി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്സ്. സീ യു അഗെയിൻ. ബൈ ബൈ.